ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന സോ ഇതൊരു സിംപ്ലി ആയിട്ടുള്ള ഒരു ട്രേഡാണ്. സ്മാർട്ട് മണി യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്. കാരണം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്കിവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിയറിഷ് ട്രെൻഡ് നമുക്കിവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതിൽ ഒരുപാട് മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റും ബ്രേക്ക് ഓഫ് ഒക്കെ ചെയ്ത് വന്ന് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടായിരുന്നു. ഓക്കെ, നല്ലൊരു രീതിയിലുള്ള താഴോട്ടുള്ള പുഷ് കടന്ന് ദെൻ മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് 15 മിനിറ്റിലാണ് ഞാൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്തത്. ദെൻ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഒരു സ്റ്റാർട്ടിങ് ഏരിയ. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ അവിടെ നിന്നാണ് ഇന്നത്തെ ദിവസത്തെ ഒരു എൻട്രി, ഒരു സപ്ലൈ എന്നുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു എൻട്രി ഞാൻ എടുത്ത് എനിക്ക് ആക്ച്വലി ഒരുപാട് ടാർഗറ്റ് ഉണ്ടായിരുന്നു. 3 ടാർഗറ്റോളം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നതായിരുന്നു ഇത്. ഓക്കെ, ഏകദേശം ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെക്കാനുള്ള കാരണം 15 മിനിറ്റിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവിടാണ് വരുന്നത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തായാലും എടുക്കണം. ഇനിയിപ്പോൾ മാർക്കറ്റിന് റിവേഴ്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്തായാലും ടേക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഇതും സെക്കൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്പും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത ബ്രേക്ക് ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും സ്വിംഗ് ലോയും ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് 3% പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം മാർക്കറ്റിൽ സംഭവിച്ചതും അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്താണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോയി എന്നതാണ്. എന്നാലും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടില്ല. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണെങ്കിലും നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അവിടെ പ്രോപ്പർ ആയിട്ടില്ല. ഇനിയിപ്പം നമുക്ക് നാളത്തെ ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ ഫോം ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളുടെ ട്രേഡ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം.